ഹേ ഗൈസ്, ഞാനൊരു കാര്യം പറയാനാണ് കേട്ടോ വീഡിയോ ഇടണേ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോയാണ്. പൊന്നു അന്ന മനു എന്ന് പറഞ്ഞിട്ടൊരു പേജാണ് കേട്ടോ. അതിനുള്ളിൽ ആ ചേച്ചി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ഇത് പാർട്ട് ബൈ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഞാനത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കുറിച്ചൊന്ന് ഓർമ്മ വന്നു. റീസെൻ്റ്ലി എൻ്റെ ഫ്രണ്ട് എനിക്ക് ഒരു കാര്യം എന്നോട് ഷെയർ ചെയ്തു കേട്ടോ. അവൾ ഒരുപാട് കരയും ഒക്കെ ചെയ്തു അത് പറഞ്ഞ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ചേച്ചിയെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രസവ ചെലവിനെ പറ്റിയിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനും ഈ സെയിം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അത് പക്ഷേ വീഡിയോ ആണെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ടുള്ള ഒരു നാട്ടു നടപ്പ് അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ആദ്യ പ്രസവം പെൺവീട്ടുകാരാണ് ചിലവ് വഹിക്കേണ്ടത് എന്നുള്ളത് അല്ലേ. ഇപ്പം തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്നാന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി അതിന് ശേഷം അവളെ ഒരു ജോലി ചെയ്യാൻ പാകത്തിന് പഠിപ്പിച്ച് ഒരു വീട്ടിലോട്ട് കല്യാണം കഴിച്ച് അയക്കുന്ന കാരണവന്മാരുടെ മനസ്സിലൊരു വിശ്വാസവും ഒരു എന്താ പറയുക ഒരു ഉറപ്പുമുണ്ട്. ഹസ്ബൻഡിൻ്റെ ഫാമിലി അവളെ പൊന്നുപോലെ നോക്കിക്കോളും, നമ്മുടെ സ്വന്തം വീട്ടിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ടേക്ക് കെയർ ചെയ്യും എന്നുള്ളൊരു ചിന്ത അല്ലേ. അതുപോലെ തന്നെ സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റാണ് എങ്കിലും അതുമൊക്കെ ഒരുപാട് സ്വർണവും പൈസയും ഒക്കെ ആയിട്ട് കൊടുത്തു വിടുന്നവരുമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം അങ്ങനെയൊക്കെ കൊടുത്തു വിട്ടേച്ചും ഒരു ജോലി സാധ്യതയുള്ളവളാക്കി അവളെ സ്വന്തം കാലം നിൽക്കാൻ പാകത്തിനാക്കി കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ പിന്നെ എന്തിനാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പ്രസവം പെൺവീട്ടുകാരെടുക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുപോലെ അത് ചിലയിടത്ത് പ്രശ്നമാകുന്നവരുണ്ട്, ചിലയിടത്ത് ഒരു ഇഷ്യൂസും ഇല്ലാത്തവരുണ്ട്. ചിലയിടത്ത് ഫാമിലി തന്നെ, അതായത് ഹസ്ബൻഡിൻ്റെ ഫാമിലി തന്നെ പറയും ഞങ്ങൾക്കുണ്ടാവേണ്ട കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞാണ്, അതുകൊണ്ട് അതിനെ ടേക്ക് കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം എൻ്റെയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട് ചിലവെടുക്കുന്നവരും. അപ്പം ഒരു പ്രസവ ചിലവ് അതിങ്ങനെ എന്തിനാണ് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ സെപ്പറേറ്റ്ലി കാണുന്നത്? അപ്പം ഒരു കുടുംബം എന്നുള്ളത് 2 കുടുംബം ആവുമല്ലേ ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ വഹിക്കണം, ഞങ്ങൾ വഹിക്കില്ല. അപ്പം ഞങ്ങളെന്നുള്ളൊരു പറച്ചിൽ വന്നതോടെ 2 ഫാമിലിയായി അല്ലേ. അപ്പോൾ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവളുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു ഇപ്പം. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും അവൾ ആ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ലാസ്റ്റ് ഒരു ദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അവളുടെ കുറച്ച് സങ്കടങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് വീഡിയോ ഇടാൻ ഉദ്ദേശമൊന്നുമല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ കണ്ടപ്പം എനിക്ക് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ അറിയാൻ എനിക്കും ഒരു ആഗ്രഹം. അപ്പം നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ. കമൻറ്റ് ബോക്സിൽ വന്നതിന് ശേഷം അടുത്ത വീഡിയോ കാണാം.